ഹായ് ഹലോ. ബിഗ് ബോസിൻ്റെ 8ാമത്തെ ദിവസത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് സംഭവബഹുലമായ കാര്യങ്ങളാണ് നടന്നത്. ബിഗ് ബോസ് പറയുന്നത് കേൾക്കാതിരിക്കുക, ലാലേട്ടൻ പറയുന്നത് കേൾക്കാതിരിക്കുക, അതിന് എതിരായി ചെയ്യുക, ഭയങ്കര കിട്ടിഷ് കളികൾ, കുട്ടിക്കളികൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായി പറഞ്ഞു പോകാം. ആദ്യം തന്നെ ജിസൈലിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. ജിസൈൽ എന്താണ് ചെയ്യുന്നത്? മേ ബി പുള്ളിക്കാരിക്ക് മേക്കപ്പ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. മേ ബി അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്നൊക്കെ പറയാം. പക്ഷേ ബിഗ് ബോസ് വന്നിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ റൂളാണ് അവിടെ അപ്ലിക്കബിൾ. പക്ഷേ പുള്ളിക്കാരിക്ക് തോന്നിയ വണ്ണം ചെയ്യുമ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിനും ആ ഒരു ഗെയിമിനും എതിരായി ചെയ്യുന്നത് പോലെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ പറഞ്ഞപ്പോൾ കൂടെ. അപ്പം അത് ചെയ്തത് ഒട്ടും ശരിയായില്ല. പിന്നെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അതിലെ നൂറും അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ അത് ചെയ്തത് വളരെ വളരെയധികം മോശമായിപ്പോയി. ഈ ഗെയിമിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി വരണമെങ്കിൽ ബിഗ് ബോസ് പറയുന്നത് പോലെ കേൾക്കണം. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് കുറച്ച് നേരത്തേക്ക് ഗെയിമുകൾ നിർത്തിവെച്ചത്. അതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൻ്റെ കളിയാണ്. അത് ബാക്കി എല്ലാവരേക്കാളും നല്ല രീതിയിൽ കളിക്കുന്നത് ബിഗ് ബോസ് ആണ് ഇപ്രാവശ്യം. അതുകൊണ്ട് തന്നെ ഇത് കണ്ടിരിക്കാൻ രസമുണ്ട്. അല്ലാതെ കണ്ടസ്റ്റൻസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയധികം രസം ഉണ്ടായി, അതായത് ഈ 19 പേരിലുള്ള ആരെങ്കിലും കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത്രയധികം രസമാവില്ലായിരുന്നു എന്നർത്ഥം. പിന്നെ ബിഗ് ബോസിനെ പോലെ തന്നെ കളിക്കുന്ന ഒരാളാണ് അനീഷ്. എനിക്ക് അനീഷ് കളിക്കുന്നതായിട്ടല്ല തോന്നുന്നത്. അനീഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ പറയുന്നതിന്, അതായത് പുള്ളിക്കാരൻ പിടിക്കുന്ന മുയലിന് 2 കൊമ്പ് എന്ന അതേ അവസ്ഥയാണ്. എനിക്കൊന്ന് പുള്ളിക്കാരൻ്റെ ക്യാരക്ടറാണ് എന്ന് തോന്നുന്നു. ഈവൻ അത് ക്യാരക്ടർ അല്ലെങ്കിൽ ഈസ് എ ഗുഡ് ഗെയിമർ. അതായത് പുള്ളിക്കാരനൊരു എന്താ പറയുക, അടിസ്ഥാനമായിട്ടുള്ളൊരു പല കാര്യങ്ങളുണ്ട്. അതായത് റൂള് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ വേറെ വയലൻ്റ് ആവും. അത് നല്ലൊരു കാര്യമാണ്. പലർക്കും ഇറിറ്റേറ്റിംഗ് ആവും, നന്നായി ഇറിറ്റേറ്റ് ചെയ്യും. ഈവൻ നമുക്ക് കാണുമ്പോൾ, ലൈവ് കാണുമ്പോൾ പോലും പുള്ളിക്കാരൻ്റെ പ്രവർത്തി കൊണ്ട് നമ്മൾ അങ്ങ് ഇറിറ്റേറ്റ് ആയി പോകും. പക്ഷെ അതാണ് ഗെയിം. അങ്ങനെ ഒരാൾ വേണം. അപ്പം ബിഗ് ബോസും അനീഷുമാണ് ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗെയിം തന്നെ മുന്നോട്ട് പോകുന്നത്. അതായത് അനീഷ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ അവിടെ ഇല്ലെങ്കിൽ അവിടെ എന്ത് ഗെയിം നടക്കും എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത്. പിന്നെ അടുത്തതായി പറയേണ്ടത് ഷാനവാസ് നല്ലൊരു ക്യാപ്റ്റൻ ആവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടറിയാം. ഇനിയുണ്ട് കുറച്ച് ദിവസങ്ങളിലൂടെ. പിന്നെ സരിക നമ്മുടെ സരികയുടെ കലാഭവൻ സരികേൻ്റെ കാര്യമാണ് പറയുന്നത്. പുള്ളിക്കാരിക്ക് മിഡ് വീക്ക് എഫിഷ്യനിൽ ചിലപ്പോൾ വരില്ലായിരുന്നു. പക്ഷേ പുള്ളിക്കാരിൻ്റെ പ്രസംഗം കൊണ്ട് വന്നതുപോലെ എനിക്ക് തോന്നി. നിങ്ങളാരും എന്നെ നോമിനേറ്റ് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നത് നിങ്ങൾ പറഞ്ഞാൽ തുടങ്ങുന്നത്. അതുകൊണ്ട് നോമിനേറ്റ് ചെയ്ത പോലെ ആയിപ്പോയി. ആദ്യം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത് വെച്ചിട്ട് നോമിനേറ്റ് ചെയ്യാൻ തോന്നും. സോ അത് സരിക്കേണ്ട കാര്യം. പിന്നെ പറയേണ്ടതാണ്, പിന്നെ നമ്മുടെ കോമഡി ആയിട്ടുള്ള നിവിൻ മുന്നോട്ട് പോകും. മേ ബി ഒരു വൈൽഡ് കാർഡ് എൻട്രി വരുന്നത് വരെ പിന്നെ ഈ ചിരിച്ചും കളിച്ചും അത്യാവശ്യം കോമഡിയൊക്കെ ആയിട്ട് അത്യാവശ്യം നിവിൻ മുന്നോട്ട് പോകുമെന്നാണ് തോന്നുന്നത്. അപ്പം ഇന്ന് നടന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നൊരു ഗെയിം നടത്തി, റാങ്കിങ് ഗെയിം. പണിപ്പുരയിലേക്ക് കയറാനുള്ള ഒരു റാങ്കിങ് ടാസ്ക് ആയിരുന്നു. അതായത് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അടിപൊളി ഗെയിമാണ്. പക്ഷെ അത് സാധാരണ അങ്ങ് വേണമെങ്കിൽ ഒരു ദിവസം തന്നെ നീണ്ടു നിൽക്കാൻ പറ്റുന്നൊരു ഗെയിമാണ്. പക്ഷെ അതിന് ടൈം കൊടുത്ത് 1 മണിക്കൂർ കൊടുത്തിട്ട് അത് നല്ല രീതിയിൽ അതായത് തുടങ്ങി. പിന്നെ അറിയാമല്ലോ അനീഷിൻ്റെ കാര്യം. അനീഷാണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല 1ാം സ്ഥാനത്തിന്. പിന്നെ അതിനുശേഷം അക്ബറും അപ്പാണിയും പറഞ്ഞു ഇവൻ 1ാം സ്ഥാനം കൊടുത്ത് കിട്ടുന്ന ഡ്രസ്സും സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട. പിന്നെ അങ്ങനെ പറഞ്ഞു തുടങ്ങി. ബിഗ് ബോസ് പ്ലേയേഴ്സായിട്ട് കളിക്കുകയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ബിഗ് ബോസിൻ്റെ കളി. അതായത് ബിഗ് ബോസിന് ഇവർക്കിത് കൊടുക്കണം, പക്ഷേ ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പും കൂടെ കൊടുക്കുകയാണ്. അതെങ്ങനെ അവർ ക്രാക്ക് ചെയ്യും എന്നാണ് ബിഗ് ബോസ് നോക്കുന്നത്. പക്ഷെ അത് ക്രാക്ക് ചെയ്തില്ല. ബിഗ് ബോസ് ചിന്തിച്ചതുപോലെ തന്നെ നടന്നു. അത് കിട്ടാത്തത് കൊണ്ട് ഉള്ള പരിഭവങ്ങളും കാര്യങ്ങളും സ്ത്രീകളാണ് കുറച്ചധികം മേക്കപ്പ് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല പരിഭവമുണ്ട്. പിന്നെ നെവിൻ ഓൾറെഡി കിട്ടിയതുകൊണ്ട് പിന്നെ പുള്ളിക്കാരൻ ആ പ്രശ്നമില്ല. സോ അതിൻ്റെ പരിഭവമുണ്ട്. അത് കൂടുന്നതിനനുസരിച്ച് അവരുടെ എന്താ പറയുക, ക്യാരക്ടറിലെ ചേഞ്ചുകളും നമുക്ക് ഇത്രയും ദിവസങ്ങളിൽ കാണാൻ സാധിച്ചു. അപ്പം ബിഗ് ബോസിൻ്റെ ഗെയിമാണ് ഇവിടെ എടുത്തു പറയേണ്ടത് എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ റാങ്കിങ് ഗെയിമിൻ്റെ അകത്ത് അവസാനം 1 മണിക്കൂർ സമയം കൊടുത്തു. 1 മണിക്കൂറിലും ഒരു കൺക്ലൂഷൻ എത്താൻ പറ്റാതെ അത് ക്യാൻസലായിപ്പോയി. ആർക്കും ഇനി പണിപ്പുരയിലേക്ക് കയറാൻ പറ്റാതായിപ്പോയി. അപ്പം അങ്ങോട്ട് കയറാൻ പറ്റാതായിപ്പോയി. 1 മണിക്കൂറിനുള്ളിൽ കൊടുത്ത സമയത്തിനുള്ളിൽ ഇവർക്ക് ആ ടാസ്കിൽ 1, 2, 3, 4 സ്ഥാനം അങ്ങനെ പറയാൻ പറ്റിയതുമില്ല. അതുകൊണ്ട് തന്നെ അത് ക്യാൻസലാകാൻ പോവുകയും ചെയ്തു. ആ ടാസ്കിൽ തന്നെ ആര്യൻ്റെ ഒരു മെച്യൂരിറ്റി ഇല്ലായ്മ എന്നല്ല, ഈ കോമഡിക്ക് വേണ്ടി ഓരോ കാര്യം ചെയ്യില്ലേ, വെറുപ്പീരായി മാറുന്നത്,
അതാരും ചെയ്തത് ഒരു പ്രോപ്പർട്ടിയാണ് നശിപ്പിച്ചത്. അതായത് ഒരു ബിഗ് ബോസ് കൊടുത്തൊരു പ്രോപ്പർട്ടി അത് നശിപ്പിക്കാൻ ആർക്കും അവകാശമില്ല. ഈവൻ പുള്ളിയുടെ ആണെങ്കിൽ അത് ഓക്കെ, ഈവൻ അതൊരു ചെറിയൊരു ടാഗ് ആണെങ്കിൽ കൂടി, പക്ഷെ അത് ഒരു അരാജകം സൃഷ്ടിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു മോർണിംഗ് ടാസ്ക് ആയിരുന്നു അത്, നമ്മുടെ പിന്നെ റാങ്കിങ് ടാസ്ക്. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നിയത്. അതുകൂടാതെ മിഡ് വീക്ക് എവിക്ഷനും കൂടെ വന്നു. അപ്പം അത് കുറച്ചും കൂടെ രസകരമായി. അതിൻ്റെ അകത്ത് മിഡ് വീക്ക് എവിക്ഷനിൽ വന്നവർ അനീഷുണ്ട്, ഒനീലുണ്ട്, സരികയുണ്ട്, രേണുസുതിയുണ്ട്, രേന ഫാത്തിമയുണ്ട്, പിന്നെ ശാരിക KB ഉണ്ട്. ഓക്കെ, ഇത്രയും പേരാണ് ഉള്ളത്. അത് സ്വാഭാവികമായിട്ടും പിന്നെ 6 പേരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാണ് വന്നത്. 6 പേരിൽ ഏറ്റവും കൂടുതൽ പിന്നെ തിരഞ്ഞെടുത്തത് ഇത്രയും പേരെയാണ്. അങ്ങനെ മിഡ് വീക്ക് എവിക്ഷനായി. പിന്നെ വീക്കിലി എവിക്ഷൻ വന്നു. വീക്കിലി എവിക്ഷനിൽ തിരഞ്ഞെടുത്തത് ശൈത്യമുണ്ട്, നെവിനുണ്ട്, ജിസേലുണ്ട്, ഓക്കെ, അപ്പാണി ശരത്തുണ്ട്, ആദില നൂറുണ്ട്, ആര്യനുണ്ട്, ബിൻസിയുണ്ട്, അനുമോളുണ്ട്, ബിന്നിയുണ്ട്. പിന്നെ ഭാഗ്യത്തിൻ്റെ പണപ്പെട്ടി ആ ടാസ്കിൽ നമ്മുടെ ഷാനവാസും അക്ബറും. അപ്പോൾ ഏകദേശം ഏറെക്കുറെ എല്ലാവരുമായി, ആകെ ഒരാൾ ഒഴികെ നമ്മുടെ അഭിലാഷ്. അത് നന്നായി എന്ന് തന്നെ ഞാൻ പറയും. കാര്യം പുള്ളിക്കാരനാണ് ഒരു അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല കൃത്യമായൊരു ഡിസിഷൻ എടുത്ത് പോകുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അതേതായാലും നന്നായി എന്ന് തന്നെ വേണം പറയാൻ. ഇനി കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും ഗെയിം. ഒറ്റ ദിവസം കൊണ്ട് പ്ലേറ്റ് തിരിച്ചു കളഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ദിവസങ്ങൾ വരുമ്പോഴാണ് ഇത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ഈവൻ ഇനി കഴിഞ്ഞു പോയ ബിഗ് ബോസിലാണെങ്കിലും ഇങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടില്ല. അപ്പം ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയി മാറുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം, അതായത് എന്നോട് എന്തെങ്കിലും എതിരഭിപ്രായങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിലോ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയുക. ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ ബൈ.